പഞ്ചാബിലെ സുവർണ ക്ഷേത്രം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് തന്നെയാണ് സൈന്യം ഈ സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ തിരിച്ചടിക്ക് പിന്നാലെ ആ തിരിച്ചടി നേരിട്ടതിന് പിറകെ തന്നെ പ്രതികാര നടപടിയെന്നോണമാണ് പാകിസ്ഥാൻ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ ആക്രമിക്കാനായി ശ്രമിച്ചിരിക്കുന്നത്. സൈന്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്രോണുകളും അതുപോലെ തന്നെ നൂതന മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് സുവർണ ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയതെന്നും എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ ഫലപ്രദമായി അവയൊക്കെ തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പാകിസ്ഥാന്റെ ഈ സ്ട്രാറ്റജിയെക്കുറിച്ച്, അവർ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാകട്ടെ അതിനെയൊക്കെ തന്നെ നിർവീര്യമാക്കുകയും നിലംതൊടിക്കാതെ പറപ്പിച്ച വിശദമായ വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാന് നിയമപരമോ നീതിപൂർവമോ ആയിട്ടുള്ള ലക്ഷ്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ, സിവിലിയൻ പ്രദേശങ്ങൾ, സാധാരണ ജനങ്ങൾ, മതകേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ആക്രമിക്കും എന്നുള്ള കാര്യം സൈന്യം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭീകരതാവളങ്ങൾ അതുതന്നെയാണ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ വീണ്ടും പ്രകോപിപ്പിക്കുകയോ സാധാരണ ജനങ്ങൾക്ക് നേരെയോ തിരിയുകയോ ചെയ്താൽ മാത്രമാണ് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക, വ്യോമത്താവളങ്ങളെ ആക്രമിക്കുക, സൈനിക സന്നാഹങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്കുള്ളത്. ഒരിക്കലും അപ്പോൾ പോലും സൈനികർ എന്നുള്ള നിലയിലേക്ക് പോലും ഇന്ത്യ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് സുവർണ ക്ഷേത്രമാണെന്നുള്ളത് എത്രയോ നേരത്തെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിറകെ തന്നെ ഇന്ത്യയിലെ സൈനിക താവളങ്ങളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആക്രമിക്കും. ഇന്ത്യക്ക് കൃത്യമായ സൂചന അത് കിട്ടിയിരുന്നു. അതിൽ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടത് സുവർണ ക്ഷേത്രമുണ്ടായിരുന്നു. നിയമാനുസൃതമായ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ വിലപ്പോകാത്ത പാകിസ്ഥാന് ഇന്ത്യയിൽ ഇത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൈനിക സ്ഥാപനങ്ങളും പൊതുജനം ഏറ്റവും അധികം കൂടുന്ന ആരാധനാലയങ്ങളും ഒക്കെ തന്നെ അവർ ലക്ഷ്യം വെക്കുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിലായിരുന്നു സുവർണ ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അതിനെ ഫലപ്രദമായി തടയാൻ വേണ്ടി സുവർണ ക്ഷേത്രത്തിന് ചുറ്റും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ തന്നെ തീരുമാനിച്ചു. സുവർണക്ഷേത്രം സംരക്ഷിക്കുക എന്ത് വില കൊടുത്തും സുവർണക്ഷേത്രത്തിന് അടുത്തേക്ക് പോലും ഒരു മിസൈലിന് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള സുരക്ഷാ കവചമാണ് ഇന്ത്യൻ ആർമി ഒരുക്കിയത്. അങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു വ്യോമ കവചം തീർത്തു എന്നാണ് ശേഷാദ്രി പറയുന്നത്. മെയ് 8 പുലർച്ചെയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഇരുട്ടിന്റെ മറവ് പ്രയോജനപ്പെടുത്തിയായിരുന്നു പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും സുവർണ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പായിച്ചത്. എന്നാൽ ഇന്ത്യൻ സൈന്യമാകട്ടെ പൂർണ്ണ സജ്ജമായിരുന്നു, ഇതിനെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭീഷണികളെ വളരെ ഫലപ്രദമായി തന്നെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ എത്തിയിട്ട് പോലും ഒന്നിനു പോലും നിലം തൊടാനായി സാധിച്ചിട്ടില്ല. ഇതിനെയൊക്കെ തന്നെ വളരെ ഫലപ്രദമായി ഇന്ത്യ വെടിവെച്ചിട്ടു തകർത്തു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യവും സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആകാശ് മിസൈൽ, L-70 വ്യോമ പ്രതിരോധ തോക്കുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ ഡ്രോൺ ആക്രമണങ്ങളെ നിർവീര്യമാക്കി ഇന്ത്യ മുന്നോട്ട് പോയത്. പഞ്ചാബ് നഗരത്തെയും സുവർണ ക്ഷേത്രത്തെയും സംരക്ഷിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമായിരുന്നുവെന്നും ഡെമോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്.